അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറൊരുത്തൻ കയറിയിരിക്കും. അതെന്താന്ന് ഞാൻ പള്ളിക്കകത്ത് വെച്ച് പറയുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞ മനസ്സിലായോ? എന്ത് മനസ്സിലായി? നീ നിൽക്കേണ്ടടുത്ത് നിന്നില്ല, അത് തന്നെ നിന്റെ കുഴപ്പം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, നമ്മൾ പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെങ്കിൽ നീ ആദ്യം പറയാൻ അർഹതയുള്ള ഒരു ഭർത്താവാകണം. പെണ്ണും പിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാത്തവനാ വീട്ടിൽ പോയിട്ട് വയത് പറയണേ. കള്ളും കുടിച്ച് അടക്കുന്നവനാ വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയെടുത്ത് തസ്കരിക്കാൻ പറയുന്നത്. അല്ല, നിനക്ക് പറയാനുള്ള അർഹത ഉണ്ടാകണം. നിന്റെ ഭാര്യ അവള് മാതൃകയാക്കേണ്ടത് നിന്നെയാ, നാട്ടുകാരെയല്ല, ഉസ്താദന്മാരുടെ വയലല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആന്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഈ ദുആയ്ക്കത്ത് പറയണ? അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, പടച്ചോനെ, നിന്നെ പേടിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള മക്കളെയും എനിക്ക് തരണേ തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമ, പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അല്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ നമ്മൾ? നമ്മുടെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ? ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് കൽപ്പന നടത്തിയ ഓള് പറയും, ആദ്യം നിങ്ങൾ ചെയ്യും, ബാക്കി പിന്നെ. ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്കും മനുഷ്യ, എന്നിട്ട് ഇങ്ങോട്ട് വാ. ആദ്യം നിങ്ങളൊന്ന് ഖുർആൻ കൈകൊണ്ടിട്, ഇത് ഓതിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് ഭർത്താവ് കൽപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുക എന്നത് ഭാര്യയുടെ കടമയാണ്. ആ ഗുണം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് പറയുന്നു, ഭാര്യയോട് പറയുന്നു, നീ പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട. ഒരിടത്തേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല. ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. ഭർത്താവ് യാത്ര പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വാപ്പായിക്ക് രോഗമായി. വാപ്പായിക്ക് രോഗം പിടിച്ചു. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ, അതുകൊണ്ട് നീ ഒന്ന് കാണാൻ പോ. ഈ പെണ്ണ് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആളയച്ചു. നബിയേ, എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ വീടിന് പുറത്തിറങ്ങരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ നബിയെ. മുത്തുനബി പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത് അനുസരിക്ക്, നിന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്ക്. കുറച്ചു കഴിഞ്ഞു വാപ്പ രോഗം കൂടി, സക്കറാത്തിന്റെ അവസ്ഥയില്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണെ കാണണമെങ്കിൽ ഈ ഒരു അവസരമേ ഉള്ളൂ. നിന്റെ ഭർത്താവ് ബദാ രോഗം പിടിച്ചു സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, നീ ഒന്ന് വന്ന് കാണാൻ ഇവിടുന്ന് കുടുംബക്കാര് വന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഇസ്ലാമുള്ള സാലിഹത്തായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ നബിയേ. എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കൂ. അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിന്റെ വാപ്പ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുന്ന അവസാനത്തെ ചാൻസാണ്. ഇനി വാപ്പാരെ കബറി കൊണ്ടുവച്ചാൽ നാളെ പരലോകത്ത് വെച്ചല്ലാതെ നിനക്ക് നിന്റെ വാപ്പയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ പെണ്ണ്, സാലിഹത്തായ പെണ്ണ്, ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പടച്ചവനെ അവിടുന്ന് അളയ്ക്കുകയാണ്. മുത്തുനബിയേ, വാപ്പ പോയി നബിയേ, മയ്യത്ത് കാണാൻ പോകട്ടെ നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണേ, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. സുബ്ഹാനല്ലാഹ്, തന്റെ പിതാവിനെ അവസാനമായിട്ടും കാണാൻ പോലും ആ പെണ്ണ് പോയില്ല എന്ന് ചരിത്രം പറയുമ്പോ, പടച്ചവനെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ, ഇങ്ങനെ എങ്ങാണമെന്ന് സംഭവിച്ചു പോയാൽ പടച്ചവനെ നമ്മുടെ ഭാര്യമാർ അനുസരിക്കാറുണ്ടോ? ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ പടച്ചവനെ, പെണ്ണ് നീ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകൂ. അവളെന്ന് പറയും, ഈ കിളവിയും കൊണ്ട് പോകാൻ എനിക്ക് മടിയാ. ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ളാഹി പറയുകയാ, നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരുന്നതുവരെ ആകാശ ലോകത്തുള്ള സർവ്വ മലക്കുകളും സർവ്വചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവരെ, സർവ്വ വസ്തുക്കളും ശപിക്കുകയാണ്. ആ പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യമാർ എല്ലാവരും ഒരുമിച്ച് കൂടി. കാരണം പ്രവാചകന്റെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാര്, പടച്ചവനെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. കാരണം വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, ദിവസങ്ങളോളം പട്ടിണിയാണ്. തിന്നാനൊന്നുമില്ലാതെ വന്നപ്പോ ഭാര്യമാര് മുഴുവനും യോഗം ചേർന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ, ഈ വിശപ്പൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ റസൂലുള്ളാഹി സഹിച്ചില്ല. മുത്തുനബി പിന്നെ ഭാര്യമാരോട് മിണ്ടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. പ്രവാചകൻ പിന്നെ ഭാര്യമാരോട് പിണങ്ങി നിൽക്കുകയാണ്. എന്തിന്? പടച്ചവനെ, അവിടെ അവർ പട്ടിണി കിടന്നും മടുത്തപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ മിണ്ടാതെ നടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരൊക്കെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഒക്കെ ആയപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി അത് അറിഞ്ഞപ്പോൾ പിന്നെ ഭാര്യമാരോട് പിണങ്ങി മിണ്ടുന്നില്ല. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ആയത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് ആയിഷ ബീവിയെ. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഞാനൊരു കാര്യം പറയാം, നീ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി. വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ച് സമാധാനത്തിലൊരു തീരുമാനം എടുത്താൽ മതി. എന്തേ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. സുഖവും ആഡംബരങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാക്ക് തരാം, നിങ്ങൾ പോയി സന്തോഷത്തോടു കൂടി ജീവിച്ചോ. ഇല്ല, എൻ്റെ കൂടെ ക്ഷമിച്ചും സഹിച്ചും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്തോ ആലോചിക്കാനാ നബിയെ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇത്ര എൻ്റെ വാപ്പാനോടും ഉമ്മാനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഞാനുണ്ട് നബിയെ എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല ഓരോ ഭാര്യമാരോടും വിളിച്ചു പ്രവാചകൻ ഇത് പറഞ്ഞു. ഓരോ ഭാര്യമാരോടും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സാലിഹത്തായ പെണ്ണിൻ്റെ രണ്ടാമത്തെ അടയാളം അവൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണാരാണ്? സമയമില്ലാത്തത് കൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല.
സാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി പറയുകയാ, അദാ വഇദാ ഗാബ അൻഹാ ഹഫിളത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ. പടച്ചവനെ, തന്റെ ഭർത്താവ് ഗൾഫിലാകട്ടെ, ജോലിക്ക് പോകട്ടെ, നാട്ടിലില്ലാതിരിക്കട്ടെ, ഭർത്താവ് വീട്ടിലില്ലാതിരിക്കട്ടെ, ആ സമയത്ത് ഹറാമായത് തനിക്ക് അല്ലാഹു മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൽ ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ അവള് സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പടച്ചവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമാണല്ലോ. പെണ്ണിന്റെ ശരീരം ഔറത്താണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും ഗുഹ്യഭാഗം മാത്രമല്ല, പടച്ചവനെ, തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ്. അത് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല. തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തും പടച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവനെ, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ തലയിൽ തുണിയുണ്ടോ മാറത്ത് തുണിയുണ്ടോ നോക്കാറില്ല. പടച്ചവനെ, ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച പെണ്ണുങ്ങളും മറകി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആരാ? ഇക്ക ഉണ്ടോ? ഇക്ക ഇല്ല, തീർന്നു, ഇത്ര തന്നെ. ഇന്നോ ആരെങ്കിലും വീട്ടിൽ ബെല്ലടിച്ച ഓടി വന്ന് വാതിൽ തുറന്നിട്ട്, എന്താപ്പാ, തലയിലുണ്ടോ വരണോ നോക്കത്തില്ല, വന്ന് ചോദിക്കും, ഇക്ക ഇവിടെ ഇല്ല, കടയിൽ പോയി, 10 മിനിറ്റ് സംസാരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള്, പണ്ടത്തെ അല്ല, ഇപ്പോഴും പല വീടുകളിലും അങ്ങനെ, പല വീടുകളിലെയും പെണ്ണുങ്ങളെ പുറത്തു കാണാത്തവരുണ്ട്. ശരീരം മറച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ സാലിഹത്തായ പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീൻ അവിടെന്ന് പറഞ്ഞു, മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത് ഈ കാണുന്ന പായിപ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാൽ എനിക്ക് കാണാൻ പറ്റുമോ? പറ, പറ്റുമോ? കാശൂലം തരണ ഈ പായിപ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചുപോയി, എനിക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ? നിങ്ങളുടെ കാര്യം പോട്ടെ, എനിക്ക് പറ്റുമോ? എന്താ, ഞാൻ ഇമാമല്ലേ? ഞാനിവിടുത്തെ ഇമാമല്ലേ? പറ്റുമോ? പറ മനുഷ്യ, പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? എന്നെ പെണ്ണ് എനിക്ക് ഹറാമ്. പിന്നെ നിങ്ങൾ പോന്നെയോ? നമ്മൾ പോന്നെയോ? ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ? അവനെ വെട്ടി വിടണം. അങ്ങനെയുള്ളവനെ സ്വന്തം ഭാര്യയുടെ മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ? വാ, പൊതിയാൻ പോവാ, കാണേണ്ടതൊക്കെ കണ്ടോ? കൊണ്ടുവന്ന് പള്ളി കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് കബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് ചോദിക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫോനെ ആ കബറിൽ തന്നെ ഇട്ട് മൂടണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം ഭാര്യ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കേണ്ട ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മരിക്കുന്നതിന് മുമ്പേ കൊടുത്തത് 3 ഉപദേശമാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ സ്വർഗത്തിന്റെ റാണിയായ മഹദി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി പറഞ്ഞു തന്ന ആ ഫാത്തിമ ആരാണെന്ന് ഇന്നത്തെ യുവതലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും ഭർത്താവും ഭാര്യയും, ഇന്നത്തെ ഭർത്താവും ഭാര്യ എന്ത് പറയാനാപ്പാ? 2 ദിവസം മുമ്പ് യാദർശികമായിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഒന്ന് എടുത്ത് ഫേസ്ബുക്കിൽ, ഈ അടുത്ത കാലത്ത് ചെയ്ത അമലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് ചെയ്ത കുറച്ച് അമൽ എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട്. ഇപ്പൊ ഇതൊരു പുതിയ ട്രെൻഡാ. എന്താ എൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. കല്യാണത്തിന്റെ വാർഷികമൊക്കെ വരുമ്പോ ഫോട്ടോഷൂട്ട്, അതൊക്കെ പോട്ടെ, ഭാര്യയും ഭർത്താവും ഒക്കെ സഹിക്കാം. എടുത്ത് കണ്ടേന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ, ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ തന്തയ്ക്ക് വിളിക്കും, അതാ മറ്റൊരു വിഷയം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ പേരൊക്കെയാ പറയുക. ഒന്ന് ആലിച്ചു നോക്ക് സഹോദര,
ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തൻ്റെ ഔറത്ത് പുറത്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോകൾ, സുബ്ഹാനല്ലാഹ്, ഒരു ഗർഭിണിയല്ലേ. അപ്പൊ കാല എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. എത്ര ഇങ്ങനെയുള്ള വളരെ വളരെ മോശമായൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പെണ്ണുങ്ങൾ അല്ലാഹുവേ പടച്ചവനെ അതിനും കൊടിപിടിക്കാനും ജയ് വിളിക്കാനും അത് നല്ലതെന്ന് പറയാനും ആളുണ്ടല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിന്റെ റാണിയ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മടിത്തട്ടിൽ കടന്നിട്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കൊടുത്തത് 3 ഉപദേശവാ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെയുള്ള ഈമാൻ അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പെണ്ണും പറയാത്ത ഉപദേശം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് തന്റെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 പൊന്നാര മക്കള്, ആ കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞു കൊടുത്തു, അലിയേ എന്റെ പൊന്നുമക്കളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ അലിയേ. എന്റെ മക്കള് ഹസനും ഹുസൈനും അല്ലാഹുവേ 2 പേരും ചെറിയ മക്കളാണ്. എൻ്റെ മക്കളെ ഒരിക്കലും കരയിപ്പിക്കരുത്, എൻ്റെ പൊന്നാര മക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അവൻ അലിയാര് തങ്ങൾക്ക് കൊടുത്ത 1ാമത്തെ വസിയത്ത് എന്തെന്നറിയോ? അലിയേ, ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. അലിയാര് തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു കൊടുക്ക, ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. 2, എൻ്റെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മയ്യത്ത് കട്ടില്, അടപ്പുള്ള മയ്യത്ത് കട്ടില്, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല, അടപ്പില്ലാത്ത മയ്യത്ത് കട്ടില്. അതുകൊണ്ട് അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുത്തു, എൻ്റെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. 3, എൻ്റെ മയ്യത്ത് രാത്രിയിൽ വേണം കബറടക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങളൊരു വിവാഹം കഴിക്കണം. കാരണം പ്രായം ചെറുതാണ്, കൊച്ചുമക്കളുണ്ട്, നമുക്കത് ചിന്തിക്കാം. അവിടെ നിന്ന് പറഞ്ഞു തന്നെ രാത്രിയിൽ കബറടക്കിയാൽ മതി. കാരണം എന്താ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല, നിങ്ങളല്ലാതെ ഒരാളും എൻ്റെ ശരീരം കണ്ടിട്ടില്ല. എൻ്റെ മയ്യത്ത് പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാ. ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ അടപ്പില്ലാത്ത ഈ ഇന്നത്തെ സ്ട്രെച്ചർ പോലെയുള്ള ഇങ്ങനെ തൊക്കിട്ട് എടുത്തുകൊണ്ട് ആംബുലൻസിൽ നിന്ന് കിട്ടക്കണ അതുപോലെയുള്ള എന്തോ ഒരു സാധനത്തിലാണ് വന്ന് മയ്യത്ത് കൊണ്ടുപോയത്. അപ്പൊ അതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ 3 കഷ്ടത്തിൽ പൊതിഞ്ഞിരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ വടിവുകൾ അന്യ പുരുഷന്മാര് കാണും. അപ്പൊ പകലാണ് കബറടക്കുന്നതെങ്കിൽ കബറിൽ ഇറക്കി വെക്കുമ്പോ എൻ്റെ ശരീരത്തിന്റെ വടിവുകൾ ആണുങ്ങൾ കാണും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ വടിവ് മറ്റൊരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ രാത്രിയിലെ കബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മഹദിയുടെ പുറകെ നിന്നിട്ട് വേണം ഇന്ന് നമ്മുടെയൊക്കെ ഭാര്യമാര് സ്വർഗത്തിൽ പോകാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കണം. നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവർക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും അറിയാം. നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടാണ് നിന്റെ ഭാര്യയ്ക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അടി കൊള്ളതേണ്ടത് ആരായിരിക്കും? ഭാര്യയല്ല, നിങ്ങളാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ആരാ? പണത്താവ്. അപ്പൊ അടി ആർക്കാ കിട്ടണ്ടേ? നിന്നെ വെട്ടണോ? ആരെയാ വെട്ടണ്ടേ? ആരെയാ തല്ലണ്ട ചങ്ങാതി? ആമിനാത്തായോ? ആമിനാത്തായ ഒന്നും ചെയ്യണ്ട. ആമിനാത്തായ ഏതോ ഫോട്ടോ നോക്കിയപ്പോ ഇറങ്ങിയതൊന്ന് കണ്ടു. ആമിനാത്തായ്ക്ക് അത് ആഗ്രഹം തോന്നി. നീ എന്തിനു മേടിച്ചു കൊടുത്തു? നീ അധ്വാനിച്ച പൈസ കൊടുത്താ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. നീ പെണ്ണ് കെട്ടിയത് നിന്റെ പെണ്ണുമ്പിള്ള നിന്റെ മുന്നിൽ ഒരുങ്ങി കാണാനല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ. ഭർത്താവിന്റെ മുന്നിലാ. നീ സ്വർണം ആമിനാത്ത ചോദിച്ചപ്പോ വാങ്ങി കൊടുത്തല്ലോ. ഏത് രാത്രിയിലാ നിന്റെ പെണ്ണുമ്പിള്ള സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നിന്റെ മുന്നിൽ വന്നിരിക്കണ കണ്ടിട്ടുണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. ഒന്ന്, മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന പെണ്ണിനെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുറുമ തേക്കാതെ വരുന്ന പെണ്ണിനെ ഭാര്യയെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മുടെ ആമിന സുഗന്ധവും തേക്കും, മൈലാഞ്ചിയിടും, പിന്നെ സുറുമയിടും, എല്ലാം ഇട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. കല്യാണത്തിൻ്റെ 1-ാമത്തെ രാത്രി അതാ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഭാര്യമാർ അള്ളാഹു നമുക്ക് നൽകിയതാ. ആമിന, നിന്നെ ഞാൻ കെട്ടിയിരിക്കുന്നത് എനിക്ക് കാണാനാ, നാട്ടുകാർക്ക് കാണാനല്ല. നീ നിന്റെ ഔറത്തുകൾ, നീ സാരി ഉടുക്ക, എനിക്ക് സാഗരുണ്ട്, ഞാൻ മേടിച്ചു തരാം. ആമിന മോളെ, നിനക്ക് സാരി വേണോ? ഞാൻ മേടിച്ചു തരാം. എന്നിട്ട് നല്ല കൂടിയ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവളോട് പറയണം, ഇത് കല്യാണത്തിന് പോകുമ്പോഴല്ല ഉടുത്തേണ്ടത്, രാത്രി എനിക്ക് കാണാൻ മണിയറയിരുന്ന് ഉടുത്തുകൊണ്ട് വാ. അങ്ങനെ പഠിപ്പീര്. നിന്റെ ഭാര്യയ്ക്ക് ജീൻസും ടീഷർട്ടും ഇടണോ? ഞാൻ മേടിച്ചുതരാം. ആയിഷ, നീ എന്തിനാ പേടിക്കണേ? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരും. വേണോ? ഞാൻ മേടിച്ചുതരാം. എന്താ വല്ല വെടിക്ക? രാത്രി ബെഡ്റൂമിൽ കയറുമ്പോ കഥ കിടച്ചിട്ട് പറയണം, പോയി ഇട്ടിട്ട് വാ, ഞാൻ കാണട്ടെ. അത് ഇസ്ലാം അനുവാദമാക്കി തന്ന കാര്യവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് തെറ്റാണോ? ഇത് തെറ്റാണോ? ഇല്ല. ഇതിട്ടുണ്ട് എവിടെ പോകുന്നതാ തെറ്റ്? റോഡിൽ കൂടെ പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. തന്നെ നിന്റെ ഭാര്യക്ക് ഇപ്പൊ പല വല്ലോ സായിപ്പനെ കാണുമ്പോ, മാതാവിനെ കാണുമ്പോ ഓർമ്മ വരും, ഇടണോ? ഞാൻ പേടിച്ചേരാ, ഇട്ടോ, എന്റെ മുന്നിലിട്. നാട്ടുകാരുടെ മുന്നിൽ നിനക്കിടാൻ അനുവാദമില്ല. നാട്ടുകാരുടെ മുന്നിൽ പോകുമ്പോ ഫർദ ഇട്ടിട്ട് പോ. റോഡിലേക്ക് ഇറങ്ങുമ്പോ ഫർദയിട്. നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ, കണ്ടവന് കാണാനുള്ളതല്ല. അത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല, എനിക്ക് കാണാനുള്ളതാ, എനിക്ക് സുഖിക്കാനുള്ളതാ. അള്ളാഹു എനിക്ക് തന്നതാ നിന്നെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവനാ ഞാൻ. എനിക്ക് അതുപോലെ നമ്മളും. നേരെ ഭാര്യയുടെ കാര്യം മാത്രം പോലും പറഞ്ഞാൽ പോതാ. ഇവിടെ വന്ന് ജോലിക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയും പോയിട്ട് ആ കോലത്തിൽ കുളിക്കാതെ നേരെ കയറി പോകുന്ന നിന്റെ മുമ്പിൽ എന്തോ ഉടുത്തിയിട്ട് വരാനാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവള് നേരെ അടുക്കളയിൽ നാം മാക്സി ഇട്ടുകൊണ്ട് വരും. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ട്, ജോഡിക്ക് ജോഡി, എന്താ ഒരു പറഞ്ഞല്ലോ, ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ. എൻ്റെ സഹോദര, ഭർത്താവിൻ്റെ കടമയാണ്. ചില പെണ്ണുങ്ങൾ പറയണം, താടിയും വെട്ടത്തില്ല, മീശയും വെട്ടത്തില്ല, താടി ഒതുക്കത്തില്ല, മുടിയും പടത്തി, കഷത്തിലെ രോമൊക്കെ കാണാൻ ഇനി വെളിയിൽ കാണാം. ഇങ്ങനെയുള്ള ചങ്ങാതിയുടെ മുന്നിൽ ഏത് പെണ്ണാപ്പാ പോവാ? ഒന്ന് കുളിക്കണം മനുഷ്യ, ഒന്ന് കുളിക്കണം. രാത്രി വൈകുന്നേര സമയത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന ഒരു മനുഷ്യ ജീവിയല്ലേ, മൃഗമൊന്നും അല്ലല്ലോ. നമ്മളെപ്പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരു പെണ്ണ് അവൾക്കും ഇല്ലേ? നേരെ ജുബ കുളിച്ച് ഒരുങ്ങി നല്ലതുപോലെ സുഗന്ധം തേച്ച് കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രി മാത്രമല്ല, മരിക്കുന്ന രാത്രിയും അങ്ങനെ തന്നെയാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഭാര്യയ്ക്ക് സ്നേഹം. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്നേഹം കൂടും, അല്ലാതെ കുറയല്ല. പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹം തോന്നണം. കാരണം താങ്ങും തണലുമെന്ന് പറയുന്നത് ആ വയസ്സാം കാലത്താ, അല്ലാതെ 21-ാമത്തെ വയസ്സിലല്ല. ആ സമയത്താണ് ഭാര്യയ്ക്കും ഭർത്താവിനും താങ്ങും തണലുമാകാൻ കഴിയുന്നത്, സ്നേഹബന്ധങ്ങൾ കഴിയുന്നത്. അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ 40 കഴിഞ്ഞാൽ 2 റൂമില്ല. ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. 50 വയസ്സ് കഴിഞ്ഞു, വാപ്പ വിളിക്കും, ആമിന വാമിന, ഒന്ന് പോ മനുഷ്യ, പിള്ളാരൊക്കെ ഇല്ലയോ? പിന്നെ പിള്ളാരുണ്ടെങ്കിൽ എന്താ, നിനക്കെന്താ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്നത്? ഒന്ന് കൈവക്കിക്ക്, ഞാൻ കാണട്ടെ. എടാ, ഞാൻ പ്രായമുള്ളവരുടെ വെച്ചാൽ നിങ്ങളെ കൈവക്കി കാത്തിര കൈവക്കണം. എന്റെ സഹോദരൻ, നമ്മളിൽ പേരും 2 റൂമിലാ കിടക്കണേ. അപ്പൊ നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയേ? എന്താ സലീം ഹുസൈൻ ചോദിച്ചു, ശരിയല്ലേ? സലീം ഹുസൈൻ ചിരിക്കാം. എന്റെ പൊന്നാര സഹോദരങ്ങളെ, മക്കൾ എന്തോ വിചാരിക്കട്ടെ, നമുക്കത് കാര്യമില്ല. മക്കൾ എന്തോ വിചാരിക്കട്ടെ. ഭർത്താവും ഭാര്യയും മരിക്കുന്ന ചില വീടുകളിൽ ചിലപ്പോൾ ഒരുമിച്ച് കിടക്കുന്നില്ലായിരിക്കാം, പക്ഷെ 2 കട്ടിലുകൾ. 65 വയസ്സുള്ള മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഖദീജ ബീവി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ സമയത്തായിരുന്നു. ആ പ്രായം ചെന്ന സമയത്തായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മരണസമയം നിങ്ങൾ എടുത്തു നോക്ക്. രോഗം പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 65-ാമത്തെ വയസ്സിൽ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ഖദീജ ബീവിയുടെ ചാരത്ത് പോയിരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങള് മുഖത്തിങ്ങനെ തലയിൽ തലോടിയിട്ട് അവിടെ നിന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. ഖദീജ, നീ ആരാ? അല്ല സലാം പറഞ്ഞവളാ ഖദീജ, നീ അല്ല സലാം പറഞ്ഞവളാ. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞവളാ. ഒരിക്കൽ ചരിത്രം പറയുന്നുണ്ട്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, നിർത്താറായോപ്പാ, 10:30 നിർത്താം. ഷൗക്കണ്ണ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ?
പാവ അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മോൻ വന്നില്ല എന്നെ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നോക്കുമ്പോൾ ഭക്ഷണം എടുത്തു വെച്ചു, പ്രവാചകനെ കാണുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ വരാതെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിക്കാറില്ല. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചാ കഴിക്കാറ്. ഭർത്താവിന് ഭക്ഷണം എടുത്തു വെച്ച് കാണുന്നില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വലിയ ടെൻഷനായി. ഭർത്താവിനെ കാണുന്നില്ല, മുത്തുനബിയെ കാണുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീബി വീടിന്റെ പുറത്ത് അങ്ങനെ പോകാറില്ല. അതിനെ ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് നോക്ക്. കച്ചവടത്തിന് പോയപ്പോൾ മറ്റുള്ളവരെയാ വിട്ട്, ഖദീജ ബീബി കച്ചവടത്തിന് പോയില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ലജ്ജയുള്ള ആളായിരുന്നു. അവിടുന്ന് ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണാൻ മുത്തുനബിയെ കാണാതെ വന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിഷമം കാരണം ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ അല്ല, വരണ്ട സമയം കഴിഞ്ഞല്ലോ അല്ല, ഒരു വഴിയുമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി. രാത്രി വീടിന്റെ പുറത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പേടിച്ചു മുത്തുനബിയെ തെരഞ്ഞിങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, എവിടെ പോന്നു? ഒരു വല്ലാത്ത ശബ്ദം, അവിടെ നിന്നൊരു വല്ലാത്ത ശബ്ദം. ഇപ്പൊ ഈ രാത്രി എവിടെ പോകുന്നു? ഒരു ചോദ്യം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല. പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് തിരിച്ചു തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വമാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളെ കാണാതെ വന്നപ്പോ ടെൻഷൻ കാരണം ഞാൻ അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞിറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിപ്പോകുമ്പോ ഒരു മനുഷ്യൻ എന്റെ മുന്നിലൂടെ കടന്നു വന്നു. എന്നോട് ഇങ്ങനെ ചോദിച്ചു, നബിയേ, വല്ലാത്ത കട്ടിയുള്ള ശബ്ദമായിരുന്നു നബിയേ, ഞാൻ പേടിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖദീജ, നിനക്ക് എന്നോടുള്ള സ്നേഹം കണ്ടപ്പോ, നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും കണ്ടപ്പോ ജിബ്രീലിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഖദീജ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായി കടന്നു വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് നീ എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ, എന്നോട് കാണിക്കുന്ന കരുതൽ കണ്ടപ്പോ ജിബ്രീലിന് തോന്നി നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ആ സംസാരിച്ചത് ജിബ്രീലാണ് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖദീജ ബീവിയോട് പറയുമ്പോ, ആ ഖദീജയാണ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് 65 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂല് പോയിരുന്ന തലയിലെ തലോടിയിട്ട് പറയുന്നു, ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവളാണ് നീ. അതാ ജിബ്രീൽ നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് പ്രവാചകൻ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാ. താങ്ങും തണലുമാകേണ്ടത് പ്രായമുള്ള കാലത്താണ്. നിന്റെ ഭാര്യയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ 18ാമത്തെ 22ാമത്തെ 30ാമത്തെ വയസ്സിലല്ല, ശരീരത്തിന്റെ തോലികൾ മുഴുവനും ചുളുങ്ങിയിട്ട് മുടിയൊക്കെ നരച്ചുപോയി ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിന്റെ മൂലയിൽ വേച്ച് കിടക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോടാണ് സ്നേഹം കാണിക്കേണ്ടത്. ആ സമയത്ത് അവർക്ക് താങ്ങാകാൻ വേറെ ആരുമില്ല. മക്കളൊക്കെ വളർന്നു, അവർക്ക് അവരുടെ ഭർത്താവായി, ഭാര്യയായി, മക്കളായി. പടച്ചവനെ, ഉമ്മാനെ നോക്കാൻ ആരുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു റൂമിന്റെ അകത്ത് മകളും ഭർത്താവും, അടുത്ത റൂമിന്റെ അകത്ത് മകനും ഭാര്യയും. പടച്ചവനെ, ഒറ്റയ്ക്ക് ഉമ്മ ഒരു റൂമില്, മറ്റൊരു റൂമില് വാപ്പ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. താങ്ങും തണലുമായി പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരേ റൂമിന്റെ അകത്ത് കിടക്കണം, ഒരേ പുതപ്പിന്റെ കീഴിൽ കിടക്കണം. അപ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്, അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത്. അവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാതെ വയസ്സാകുമ്പോ ഭർത്താവിനെ ആട്ടുന്ന പെണ്ണല്ല, വയസ്സാകുമ്പോ ഭാര്യയെ തള്ളിക്കളയുന്ന ഭർത്താവല്ല. മഹദിയാ
മഹതിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ 65ാമത്തെ വയസ്സിൽ ഖദീജ എന്ന ഭാര്യയെ കുറിച്ച് പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന കാലം വരെ ഖദീജയുടെ പേര് കേട്ടപ്പോൾ കരയാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹിയുടെ വീടിന്റെ അകത്തെങ്ങാനും ഒരു നല്ല ഭക്ഷണം വെച്ചാൽ ഖദീജയുടെ കൂട്ടുകാർക്ക് കൊടുക്കാറുള്ള കാരണം എന്താ? ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ള ഭാര്യമാർ എന്തിനാ ആയിഷാ ബീവി പോലും ചോദിച്ചു, നബിയേ ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? ഖദീജ ബീവിയെ കുറിച്ച് പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ആയിഷ എന്ന ചെറിയ പെണ്ണായ ഭാര്യയുണ്ടല്ലോ, വയസ്സ് കുറഞ്ഞ ഖദീജ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? രണ്ടുപേര് വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ നബിയെ നിങ്ങൾ വിവാഹം കഴിച്ചത്? ആരും തൊടാത്ത രീതിയിലല്ലേ ഈ ആയിഷാനെ നിങ്ങൾ വിവാഹം കഴിച്ചത്? പിന്നെ ഈ കിളവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്താ? ദേഷ്യം വന്നപ്പോ മുത്തുനബിയോട് ആയിഷാ ബീവി ചോദിക്കുമ്പോ തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജ ബീവിയെ കിളവി എന്ന് ആയിഷാ ബീവി വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, മുത്തുനബി കരയുകയാ, താടി രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഖദീജയെ പോലെയാകാൻ, എന്റെ ഖദീജയെ പോലെയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണത്തോട് അതാ സമയമെടുക്കുമ്പോ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി ഖദീജ പോകുകയാണ്, ഖദീജ പോവുകയാണ്, ഖദീജ പിരിയുകയാണ്. എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എന്റെ ഭാഗത്ത് നിന്ന് 25 വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിൽ, കാരണം പ്രവാചകനെക്കാലം 15 വയസ്സ് കൂടുതലാണല്ലോ, അതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്തെങ്കിലും പിഴവ് വന്നാ പൊറുക്കണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ ഖദീജ ബീവിയുടെ വാപൊത്തി പിടിക്കുകയാ, കരയുന്നു, ഖദീജ നീ എന്നോട് മാപ്പ് ചോദിക്കല്ലേ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നെ വിട്ട് പിരിയുകയാണോ ഖദീജ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇല്ല ഖദീജ, ഇല്ല ഖദീജ, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാ അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ തരുന്നത്. 25 കൊല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ്. എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് പൊരുത്തം ചോദിച്ച ഭാര്യയോട് പറയുകയാ, നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ തരുന്ന പ്രതിഫലം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല. മുത്തിന്റെ ഒരു കൊട്ടാരം, മുത്തിന്റെ ഒരു കൊട്ടാരം. എന്തിനെന്നറിയോ? അല്ലാഹുവേ 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിന് അല്ലാഹു തരുന്ന സമ്മാനമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി ചാടി എഴുന്നേറ്റ് മുത്തുനബിയെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ചുംബനം കൊടുത്തിട്ട് അവിടെന്ന് പറയുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു ഭാര്യ ചോദിച്ചത് 3 കാര്യമാ. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ 3 മോഹമാ, 3 ആഗ്രഹമാ, സാധിച്ചു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ എന്തേ ഖദീജ? എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, അതെന്റെ അവകാശമാ നബിയേ, അതെന്റെ അവകാശമാ നബിയേ. എന്റെ മയ്യത്ത് നിങ്ങൾ കണ്ടാ മതി, എന്റെ ശരീരം നിങ്ങൾ കണ്ടാ മതി, അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ നബിയേ? റസൂലുള്ള പറഞ്ഞു, ഖദീജ നിന്റെ ജനാസ
ജനാസ ഞാൻ കുളിപ്പിക്കും. റസൂലുള്ളയോട് പറഞ്ഞു, രണ്ട്, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന വസ്ത്രമുണ്ടല്ലോ, നമ്മളെപ്പോഴും കിടക്കുമ്പോ പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കുവോ യാ റസൂലല്ലാഹ്? ഖബറിൽ കിടക്കുമ്പോഴും ആ സുഗന്ധം എനിക്ക് വേണം നബിയേ. അങ്ങയുടെ വിയർപ്പ് പറ്റിയ അങ്ങയുടെ ശരീരത്ത് ചേർന്ന് കിടക്കുന്ന ആ പുതപ്പന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. മൂന്ന്, എന്റെ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കണേ യാ റസൂലല്ലാഹ്. അങ്ങയുടെ കൈ കൊണ്ട് വേണം ഖദീജയെ മണ്ണിലിറക്കി വെക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് 65-ാമത്തെ വയസ്സിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത ചരിത്രമാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, വയസ്സ് ചെല്ലുമ്പോ, ഗ്ലാമർ പോകുമ്പോ, മുടി നരയ്ക്കുമ്പോ, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിയാതെ വരുമ്പോ ഭാര്യ ആട്ടി ഓടിക്കല്ലേ, ഭാര്യ മാറ്റിക്കിടത്തല്ലേ. ഭാര്യ സ്നേഹിക്കേണ്ടതപ്പോഴാണ്, താങ്ങാകേണ്ടതപ്പോഴാണ്, തണലാകേണ്ടതപ്പോഴാണ്, സ്നേഹം കാണിക്കേണ്ടതപ്പോഴാണ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സാലിഹത്തായ ഒരു പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഭർത്താവ്, അല്ലാഹുവേ, ഒന്നാമത്തെ അടയാളം, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണ്, സർവ്വ ടെൻഷനും മാറുകയാണ്, സമാധാനം ലഭിക്കുകയാണ്. രണ്ട്, ഭർത്താവ് പടച്ചവനെ എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതേപടി അനുസരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണ്, അവള് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്. മൂന്ന്, പടച്ചവനെ ഭർത്താവിന്റെ അപാപത്തില് തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുവോ യാ റസൂലല്ലാഹ്? ഖബറിൽ കിടക്കുമ്പോഴും ആ സുഗന്ധം എനിക്ക് വേണം നബിയേ. അങ്ങയുടെ വിയർപ്പ് പറ്റിയ അങ്ങയുടെ ശരീരത്ത് ചേർന്ന് കിടക്കുന്ന ആ പുതപ്പന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. മൂന്ന്, എന്റെ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കണേ യാ റസൂലല്ലാഹ്. അങ്ങയുടെ കൈ കൊണ്ട് വേണം ഖദീജയെ മണ്ണിലിറക്കി വെക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് 65-ാമത്തെ വയസ്സിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത ചരിത്രമാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, വയസ്സ് ചെല്ലുമ്പോ, ഗ്ലാമർ പോകുമ്പോ, മുടി നരയ്ക്കുമ്പോ, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിയാതെ വരുമ്പോ ഭാര്യ ആട്ടി ഓടിക്കല്ലേ, ഭാര്യ മാറ്റിക്കിടത്തല്ലേ. ഭാര്യ സ്നേഹിക്കേണ്ടതപ്പോഴാണ്, താങ്ങാകേണ്ടതപ്പോഴാണ്, തണലാകേണ്ടതപ്പോഴാണ്, സ്നേഹം കാണിക്കേണ്ടതപ്പോഴാണ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സാലിഹത്തായ ഒരു പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഭർത്താവ്, അല്ലാഹുവേ, ഒന്നാമത്തെ അടയാളം, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണ്, സർവ്വ ടെൻഷനും മാറുകയാണ്, സമാധാനം ലഭിക്കുകയാണ്. രണ്ട്, ഭർത്താവ് പടച്ചവനെ എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതേപടി അനുസരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണ്, അവള് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്. മൂന്ന്, പടച്ചവനെ ഭർത്താവിന്റെ അപാപത്തില് തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി